നമ്മളെല്ലാവരും കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് ജനനായകൻ റിലീസാവാൻ. അതെല്ലാം നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടൊരു ന്യൂസ് വന്നേക്കുവാണ്. പോസ്റ്റ്പോൺ ചെയ്യുവാണ്, 9 തന്നെ റിലീസിങ് ഉണ്ടാവില്ല, റിലീസ് ചെയ്യാൻ ചാൻസ് ഇല്ല, ചില റീസൺസ് കൊണ്ട് പോസ്റ്റ്പോൺ ചെയ്യുന്നേക്കാം. അപ്പോൾ അതിനെ പറ്റി പറയാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ആ ചില റീസൺസ് എന്താണെന്നാണ് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ അല്ലേ. നമുക്ക് കുറെ വാർത്തകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വാർത്തകൾ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. കാരണം വിജയുടെ ഏത് സിനിമ ഇറങ്ങിയാലും ഇതേപോലത്തെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ഏകദേശം ഒരു 15 വർഷത്തോളമായിട്ട്. അങ്ങനെ ഒരു പോസ്റ്റർ കണ്ടായിരുന്നു, വിജയും പ്ലസ് മൂവീസ് എന്ന് റിലീസ് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ, ഐദർ പൊളിറ്റിക്സ് ഉണ്ടോ അല്ലെങ്കിൽ ക്ലാഷോ സെൻസർ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് എപ്പോഴും വിജയുടെ മൂവീസിന് വരും. അപ്പൊ ഇത്തവണ ജനനായകൻ റിലീസിന്റെ സമയത്തും അതേ സെയിം ഇഷ്യൂ വന്നിട്ടുണ്ട്. എന്നിട്ട് റിലീസ് എനിക്ക് തോന്നുന്നു റിലീസ് ഏറ്റവും കൂടുതൽ പുള്ളിക്ക് പ്രശ്നം വരുന്നത് പൊളിറ്റിക്സ് കൂടുതൽ വരുന്ന സിനിമകളിലാണ്. ഇപ്പൊ തലൈവ സിനിമയുടെ സമയത്താണെന്നുണ്ടെങ്കിൽ പോലും വിജയ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പൊളിറ്റിക്സ് എന്റെ സിനിമ എന്താണ് പറയാ ഇതേപോലെ എന്തോ ചെയ്ത് വെച്ചിരിക്കുകയാണ്, റിലീസിന് തടസ്സം നേരിടുകയാണെന്നൊക്കെ പറഞ്ഞ് വിജയ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തവണ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറയുന്ന പോലെ ഇപ്പൊ ഇലക്ഷന് നിൽക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും വിജയ് വീഡിയോ ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. പക്ഷെ ഈ സിനിമ ജനനായകന്റെ റിലീസ് മാറ്റി വെക്കുന്ന അല്ലെങ്കിൽ ജനുവരി 9 റിലീസ് എന്നോ തീരുമാനിച്ചേക്കുന്നത് അല്ലേ, 3-4 മാസം മുമ്പ് തീരുമാനിച്ചേക്കുന്നതാണ് ജനനായകൻ ജനുവരി 9 ഇറക്കുന്നത്. ഡിസംബർ 2-ോ 4-ോ അല്ലേ, 18th എന്തോ കൊടുത്തതാണ് സെൻസറിന്. ഓൾറെഡി സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ്. UA 16+ കാണാം എന്നുള്ള രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ്. എന്നിട്ട് സെൻസർ ബോർഡിലുള്ള ആള് തന്നെ ഈ ഒരു സിനിമയ്ക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. ഇല്ല, ചെയ്തു. US 16 മുന്നല്ലേ വീണ്ടും ആ സർട്ടിഫിക്കറ്റ് കിട്ടാത്തോണ്ട് സർട്ടിഫിക്കറ്റ് മീൻസ് ഇവരുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ സിനിമയിൽ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ കിട്ടിയില്ല. പക്ഷെ US 16 22 കട്ട്സ് എന്തോ വരുത്തണം. അത് വരുത്തിയിട്ട് അതായത് തിരിച്ചു കൊടുത്തു. കിട്ടാത്തോണ്ടാണ് ഇപ്പൊ കോർട്ടിലോട്ട് പോയത്. അതെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ഏതോ ഒരു വ്യക്തി, ഇപ്പോഴും വാർത്തകളിൽ ആരാണ് കേസ് കൊടുത്തിരിക്കുന്നത്, എന്തിനാണ് കേസ് കൊടുത്തിരിക്കുന്നത് എന്നൊന്നും വ്യക്തമല്ല. കേസ് കൊടുത്തിരിക്കുന്നത് ഈ പൊളിറ്റിക്കൽ പട്ടാളക്കാരെ കളിയാക്കി അവിടുത്തെ രാഷ്ട്രീയ, അതായത് ഏറ്റവും കൂടുതൽ വിജയ് പറയുന്നത് പൊളിറ്റിക്സ് ആണെങ്കിലും ഏത് പാർട്ടിക്കെതിരെ പറയുന്നത് നമുക്കറിയാം. DMKക്കും BJPക്കും എതിരെയാണ് പുള്ളി പൊളിറ്റിക്കൽ പരിപാടികളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പറയുന്നുണ്ട് ഈ ജനനായകൻ സിനിമയിൽ വിജയ് ഒരുപാട് ഡയലോഗ്സ്, പുള്ളിയുടേതായ രീതിയിലുള്ള ഡയലോഗ്സ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. മക്കൾക്ക് നല്ലത് പண்றதுக்கு அரசியலுக்கு வாங்கடா കൊള്ള அரசியலுக்கு വരിക. ഇതിപ്പോ വിജയ് പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു സിനിമ റീമേക്ക് ചെയ്തിരിക്കുന്നത്. H. വിനോദ് പുറത്തായി ഓൾറെഡി. ഭഗവന്ത് കേസരിയുടെ ഇതാണ്. ഭഗവന്ത് കേസരി കണ്ടവർക്ക് മനസ്സിലാവും ആ സിനിമയിൽ എത്രത്തോളം പൊളിറ്റിക്സ് അല്ലെങ്കിൽ എത്രത്തോളം പൊളിറ്റിക്സ് പറയുന്നുണ്ട്, എത്രത്തോളം എന്താ പറയുക സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഡയലോഗ് ഡെലിവറീസ് ഉണ്ടെന്നുള്ളത് സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പൊ അതിനേക്കാൾ കൂടുതൽ വിജയ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ പോവാണല്ലോ. അതിന്റെ ഇരട്ടി ഇപ്പൊ ഒരു 1000 പേര് 10,000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വിജയുടെ ഒരു ഇതിൽ വരുമ്പോൾ പ്രസംഗം കാണുന്നത്. ഒരു സിനിമയിലൂടെ ആ ഒരു ഇത് പറയുമ്പോൾ കോടിക്കണക്കിന് ആൾക്കാരാണ് കാണുന്നത്, ലോകം മൊത്തം ഉള്ളവരാണ് കാണുന്നത്. അപ്പോൾ വിജയ്ക്ക് ഏറ്റവും നല്ലൊരു എന്താ പറയുക ഒരു മീഡിയ ആണ് സിനിമ എന്ന് പറയുന്നത്, പുള്ളിയുടെ പൊളിറ്റിക്സ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും വിജയ് ഇലക്ഷന് നിൽക്കാൻ പോകുന്നു, വോട്ട് കിട്ടണം, മുഖ്യമന്ത്രി ആണെന്നുള്ളതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും തീർച്ചയായിട്ടും പുള്ളി പൊളിറ്റിക്സ് ഈ ഒരു സിനിമയിലൂടെ, അവസാന സിനിമയാണെന്നാണ് പറയുന്നത്, പൊളിറ്റിക്സ് എന്തായാലും തീർച്ചയായിട്ടും ഈ സിനിമയിൽ പറയുന്നുണ്ടാവും. അപ്പോൾ സെൻസർ ബോർഡ് 22 കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് 22 കട്ട് ചെയ്തിട്ട് കൊടുത്തു. എന്നിട്ടും എന്തിനായിരിക്കും ഈ ഒരു ഇത് തടയുന്നത് എന്നുള്ളതാണ്. അല്ല, ഇപ്പൊ നമ്മളിപ്പോ ഒരു റൂൾ അനുസരിച്ചിട്ടൊരു മൂവിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ സർട്ടൻ റൂൾസ് ഉണ്ട്. അത് മീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്, അതിന്റെ എന്തോ ഒരു പ്രശ്നം കൊണ്ടാണ് ഇപ്പൊ സർട്ടിഫിക്കറ്റ്സ് കിട്ടാത്തത്. സ്പെഷ്യൽ ബോർഡ് എന്തോ മൂവി റിവ്യൂ ചെയ്യുന്നല്ലേ ലാസ്റ്റ് പറഞ്ഞത്. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും
ലൈക്ക് എന്തുകൊണ്ടാ കിട്ടാത്തതെന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ എന്തെങ്കിലും റൂൾ ഉള്ളതുകൊണ്ടായിരിക്കാം അത് കൊടുക്കാത്തത്. അല്ല, നമ്മുടെ ഇപ്പോൾ ഇവിടെ പലതരം സർട്ടിഫിക്കറ്റ് ഇല്ല. യു സർട്ടിഫിക്കറ്റ് ഉണ്ട്, എ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എ സർട്ടിഫിക്കറ്റ് ഉണ്ട്. എന്തായാലും എ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അഡൽസ് ഓൺലി മൂവിക്ക് സ്വാഭാവികമായിട്ടും വിജയുടെ പടം എ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വിജയുടെ ഫാൻസ്, അല്ലെങ്കിൽ ഇപ്പോഴും 18 വയസ്സ് താഴെ ഒരു വിജയുടെ ഫാൻസ് ഉണ്ട്. അപ്പൊ അവർക്കും പടം കാണണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അവര് പോരാടിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് ഈ പടം റിലീസ് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ല, ഇപ്പൊ ഈ സർട്ടിഫിക്കറ്റിന്റെ അപ്പുറം പൊളിറ്റിക്കൽ സെന്റിമെന്റ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നോണ്ടാണല്ലോ. സോ ഡയലോഗ്സില് ഇപ്പൊ പട്ടാളക്കാരെ കളിയാക്കുന്നു എന്നൊക്കെ പറയാം. എനിക്കറിയില്ല എങ്ങനെയാണ് പട്ടാളക്കാരെ ഇവിടുത്തെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് റൂളാണ്. അപ്പൊ മേ ബി അതിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടായിരിക്കാം സർട്ടിഫിക്കറ്റ്സ് കൊടുക്കാത്തത്. നമുക്ക് അപ്പാർട്ട് ഫ്രം ഫാനിസം അല്ലെങ്കിൽ അപ്പാർട്ട് ഫ്രം ഈ ന്യൂസൊക്കെ നോക്കുവാണെങ്കിൽ ഇതിനുള്ളിൽ ശരിക്കും നമ്മളിപ്പോൾ ന്യൂസിലൂടെയാണ് ഓക്കെ ഇന്നതാണ് റീസൺ അല്ലെങ്കിൽ ഇന്നതാണ് കാര്യങ്ങൾ എന്നുള്ളത് ന്യൂസിലൂടെ പറയുന്ന അറിവ് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ എന്താണ് ഇഷ്യൂ, എന്തുകൊണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു സ്പെസിഫിക് റീസൺ പോയിന്റ് ഔട്ട് ചെയ്യുന്നതുകൊണ്ടാണല്ലോ സർട്ടിഫിക്കറ്റിന്റെ പ്രശ്നം. അല്ല, അതെന്തായാലും അവർ എത്ര ദിവസമായി എന്ന് കൊടുത്തതാ, ഡിസംബറിൽ കൊടുത്തത്. അവർക്ക് പറയാലോ ഇതുകൊണ്ടാണ് കാരണം, ഇതാണ് കാരണം എന്ന് ഒരു എക്സ്പ്ലനേഷനും കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇപ്പൊ വിധി പറയാൻ വെച്ചിരിക്കുന്നത് സിനിമ റിലീസ് ആവണ ഡേറ്റിൽ. അതെന്ത് തോന്നിയ ദിവസമാണ് ശരിക്കും പറഞ്ഞ? അല്ല, അത് നമ്മളിപ്പോ ഈ അടുത്താണ് അവര് കോർട്ടിൽ പോയത്. ഇത്ര വെയിറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് കോർട്ടിലോട്ട് പോയി. പിന്നെ ഒബ്വിയസ്ലി കോർട്ടിന്റെ ആ ഒരു ഹിയറിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അതിനനുസരിച്ച് അവര് വെക്കുള്ളല്ലോ. അതുകൊണ്ടാണ് Jan 9th വെച്ചത്. അല്ല, പക്ഷെ സമ്മതിച്ചു. പക്ഷെ ഇപ്പോ ഈ ഇതിന്റെ വിജയുടെ ഒപ്പം ഇറങ്ങുന്ന ഒരു സിനിമയാണ് പരാശക്തി. ശിവകാർത്തികേയൻ, ജയൻ രവി, അഥർവയൊക്കെ ഒരുമിക്കുന്ന പരാശക്തി. അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനുമാണ്. അപ്പോൾ ശരിക്കും പറയുന്നത് ഇപ്പോൾ ഇതിൽ കളിക്കുന്നത് DMK ആണെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സിനിമ പരാശക്തി എന്ന സിനിമ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്നത് 1964 നടന്ന സംഭവമാണ്. അതിനകത്ത് BJP-യുടെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് കുറേ കാര്യങ്ങൾ കട്ട് ചെയ്യാൻ പറഞ്ഞു, അത് കട്ട് ചെയ്തു. അവർക്ക് വളരെ ഈസി ആയിട്ട് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടി. ശരിക്കും സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് സെൻട്രൽ ബോർഡ് ആണെന്നുണ്ടെങ്കിൽ പോലും സ്റ്റേറ്റിൽ നിന്ന്, എല്ലാ സ്റ്റേറ്റിൽ നിന്നും, ഇപ്പോൾ തമിഴ് സിനിമയാകുമ്പോൾ തമിഴ്നാട് സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് പറയാം ഇങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണമെങ്കിൽ അവർക്ക് കേസ് കൊടുക്കാം. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് നടന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വാർത്തകളിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതാ പറഞ്ഞത്, നമുക്ക് ആ വാർത്തകൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്കൊന്നും ഫൈനലൈസ് ചെയ്തോ അല്ലെങ്കിൽ ഇന്നതായിരിക്കുമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പരാശക്തിയും ഒരു പൊളിറ്റിക്കൽ ബേസ്ഡ് മൂവിയാണ്, ജനനായകനും അതാണ്. പിന്നെ ഇപ്പോൾ വിജയിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ലാസ്റ്റ് മൂവി പൊളിറ്റിക്കൽ കരിയറിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഫാൻസ് നോക്കുവാണെങ്കിലും അല്ലെങ്കിൽ മൊത്തത്തിൽ നോക്കുവാണെങ്കിലും ഇത് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു മൂവി ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇത്രയും ലൈക്ക് ഈ പറഞ്ഞ പോലെ മുന്നേ റിലീസ് ഡേറ്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കും ഓക്കെ വിജയുടെ ലാസ്റ്റ് മൂവി ഇന്ന പോലെ ആഘോഷിക്കണം അല്ലെങ്കിൽ ഇന്ന പോലെ സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ പ്രതീക്ഷിക്കും. അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഡിസപ്പോയിൻറ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ ഫാൻ ഷോക്ക് ബുക്ക് ചെയ്യുന്നു, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും കൂടെ നമ്മൾ വിജയ് മൂവി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ലാലേട്ടൻ മൂവി ഇറങ്ങുമ്പോൾ അതെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു എന്തായാലും നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആണ്. കാരണം നമുക്കത് കാണാൻ പറ്റില്ല എന്നുള്ളൊരിത് വെക്കുമ്പോൾ, കാരണം ഒബ്വിയസ്ലി നമ്മൾ ഈ ഫാൻ ഷോ ഒക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഓക്കെ നമ്മളിങ്ങനെ കേട്ടായിരുന്നു ഇത്രയോ എന്തോ 20 minutes എന്തോ വിജയ്ക്ക് ഒരു ട്രിബ്യൂട്ട് ഉണ്ടാവും. അതൊക്കെയാണ് എൻ്റെ എക്സ്പെക്ടേഷൻ ആയിരുന്നു മൂവി കാണാൻ വേണ്ടി. അപ്പോൾ അത്രയും വിഷ്വൽസ് ഓൾറെഡി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു നല്ല ഒരു ഫാൻ എന്ന നിലയിൽ നോക്കുമ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആണ്. പിന്നെ ബാക്കി എന്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് അതൊക്കെ കുറച്ച് മേ ബി അക്കോർഡിംഗ് ടു റൂൾ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടായിരിക്കാം. അത് പെട്ടെന്ന് സോൾവ് ചെയ്തിട്ട് എന്തായാലും ഈ പറഞ്ഞ അഡൽസിന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും അല്ല കൊടുക്കാതിരിക്കുന്നത്, പ്യുവർ പൊളിറ്റിക്സിന്റെ കാര്യത്തിലാണ് കൊടുക്കാതിരിക്കുന്നത്. ശരിക്കും ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അറിയാതിരിക്കാൻ ഒരു സർക്കാർ ചെയ്യുന്ന കാര്യം.
അല്ലേ? അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഇപ്പൊ ഞാൻ വന്നിട്ട് എനിക്ക് തോന്നിയത് ഒരിക്കലും വന്ന് വിളിച്ചു പറയാൻ പാടില്ല. അപ്പൊ ആ പറയുന്നത് വേറൊരാളുടെ ഫീലിങ്സ് ഹേർട്ട് ചെയ്യും എന്നാണെങ്കിൽ അത് ഒബ്വിയസ്ലി സ്റ്റോപ്പ് ചെയ്യണം. ഒരു സർക്കാർ ചെയ്ത തെറ്റായ കാര്യങ്ങള് വേറൊരാളൊന്ന് ചൂണ്ടിക്കാണിക്കുമ്പോ അവരത് കുഴിച്ചു പോകാൻ ശ്രമിക്കുമ്പോ കാര്യങ്ങൾ ഒരിക്കലും ചൂണ്ടിക്കാട്ടിന്ന് മൂവി അങ്ങനെ നമ്മള് ചെയ്യാലോ, സ്വാഭാവികമായിട്ട് ചെയ്യാലോ. ഭരിക്കുന്ന പാർട്ടികളാണ് സെൻസർ ബോർഡിൽ ഇരിക്കുന്ന സമയത്ത് എന്താ ചെയ്യാൻ പാടില്ലാത്തത്? അല്ല, അങ്ങനെ എനിക്ക് ഇഷ്ടംപോലെ മൂവീസ് ചെയ്യണല്ലോ. നമ്മുടെ തമിഴിൽ തന്നെ എന്തോരം സർക്കാരിന് ചൂണ്ടിക്കാട്ടിയിട്ട് അല്ല, ഒരു കാര്യമുണ്ട്, അവര് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയണത്. അങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കരമായിട്ട് ഒരു ഹേറ്റഡ് എന്നൊരു ഫീല്. ഇപ്പൊ ഞാൻ പറയാം, എക്സാമ്പിൾ ഞാൻ പറയാം, അത് നമുക്ക് പറ്റില്ല. അങ്ങനെ അതാവുമ്പോ അവിടെ ഒരു കയോസ് ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനത്തെ പല കാര്യങ്ങളും റിമൂവ് ആക്കണത്. ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഒരു ലിമിറ്റ് വിട്ടിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഒരു കയോസിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും റിമൂവ് ആക്കാൻ ട്രൈ ചെയ്യുന്നത്. അതാണ് ശരിക്കും സെൻസർ ബോർഡ് ട്രൈ ചെയ്യുന്നത്. കയോസ് അല്ലെങ്കിൽ വയലൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ആരെയും ഹേർട്ട് ചെയ്യരുത് എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അറിയില്ല എന്താണ് ആ മൂവിയിൽ ഇഷ്യൂ. നമ്മൾ കണ്ടിട്ടില്ല മൂവി, സോ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. കറക്റ്റായിട്ട് അറിയില്ല. ഇതെല്ലാം ഇപ്പം നമ്മൾ കേൾവിയാണ്, ന്യൂസിലൂടെ അറിയുന്നതാണ്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്കിങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഒപ്പീനിയൻ വെച്ചിട്ട് നമുക്കൊരു ഫൈനൽ ആയിട്ട് ഒരു കാര്യം ഇതിനെ പറ്റി പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഒരു സിനിമ റിലീസ് ഡേറ്റിൽ നിന്ന് മാറുന്നത്. ഇപ്പൊ പുലിയുടെ സമയത്ത് രാവിലെ 5 മണിക്ക് പോയി നിൽക്കുന്നതാ സമയം, എന്നിട്ട് കണ്ടത് 11 മണിക്കാ. അന്ന് തന്നെ റിലീസായി. പക്ഷെ ഇതിപ്പോ എന്തായാലും ഡേറ്റ് തന്നെ മാറ്റി. നമുക്ക് ഒഫീഷ്യലി അവര് കൺഫേം ചെയ്തു. ഡേറ്റ് എന്നത്തേക്ക് ആക്കുന്നു. അതിനിപ്പോ 9th വിധി വന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുവാണെങ്കിൽ എന്തായാലും പെട്ടെന്ന് തന്നെ റിലീസ് ഉണ്ടാവും. 10th ഇറക്കി കഴിഞ്ഞാൽ പരാശക്തി ഇത് ക്ലാഷ് ആയി. കാരണം ഇപ്പൊ തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ കിട്ടിയിരിക്കുന്നത് പരാശക്തിക്കാണ്. സ്വാഭാവികമായിട്ടും ജനനായകന്റെ കളക്ഷൻ മേ ബി 10th ആറ്റിലേക്ക്. കാരണം ഓൾറെഡി ഇപ്പൊ പരാശക്തി ഉള്ളോണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത്, അറിയില്ല, ഇന്നലെ വരെ കേട്ടത് 10th ബുക്കിംഗ് ഇപ്പൊ സ്റ്റിൽ ഓൺ ആയിരുന്നു. അതിന് മുന്നേ വരെയുള്ള ബുക്കിംഗ് എന്താണ് അവർ ക്യാൻസൽ ആക്കിയെന്നാണ്. ഇപ്പൊ അത് സ്റ്റിൽ ഓൺ ആണോ എന്ന് കറക്റ്റ് അറിയില്ല. ഇനിയിപ്പോ പരാശക്തിയും ആക്ച്വലി ഹോപ്പുള്ള മൂവിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. സോ വന്നിരുന്നെങ്കിൽ ആക്ച്വലി ഒരു ഫെയർ ക്ലാഷിന്, കാരണം അങ്ങനെ ഒരു മൂവി കുറെ ആയിട്ട് വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഫെയർ ക്ലാഷ്, ലൈക്ക് രണ്ടും ഹിറ്റ് അടിക്കാൻ ചാൻസ് ഉള്ള 2 മൂവീസ് ഒരു ഫെയർ ക്ലാഷ്. അപ്പോഴാണ് ഒരു സ്ട്രോങ് കോമ്പറ്റീഷൻ, ഒരു ഹെൽത്തി ഫെയർ കോമ്പറ്റീഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു സ്ഥലത്ത് SKയും ഒരു സ്ഥലത്ത് വിജയും, രണ്ടുപേരും. ഇപ്പം SK എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫ്യൂച്ചർ ഓഫ് തമിഴ് സിനിമ എന്ന് പറയാൻ പറ്റും. വിജയ് എന്താ പറയുക, ഫേസ് ഓഫ് തമിഴ് സിനിമ എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള 2 പേരൊരു ക്ലാഷ്. സിനിമ റിലീസാവും, നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഫാൻ എന്ന നിലയ്ക്ക് ഡിസപ്പോയിന്റഡ് ആണ്. ലൈക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു മൂവിയാണ്. പക്ഷെ ബാക്കി നമുക്ക് പറയാൻ പറ്റില്ല. ഈ എന്തെങ്കിലും പൊളിറ്റിക്സ് കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടാണോ മൂവിക്ക് സർട്ടിഫിക്കറ്റ് ഇട്ടാത്തതെന്ന് നമുക്ക് കറക്റ്റ് അങ്ങനെ ഇന്നതാണ് എന്ന് പറയാൻ പറ്റില്ല. എനിവേ വി ആർ വെയിറ്റിംഗ് ഫോർ മൂവി. തിരുമ്പി പോற ഐഡിയാവേ ഇല്ല. ഐ ആം കമ്മിങ്.